ഖുർആൻ ക്ലാസ്സിൽ സൂറത്തുൻ നിസായിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 22ാമത്തെ വാക്യമാണ് നമ്മൾ പരിശോധിച്ചത്. അതിൽ ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ ബാപ്പാൻ്റെ ഭാര്യമാരെ മക്കൾ വിവാഹം കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഖുർആനിൽ ഈ വിവാഹം എന്നതിനു പകരമായി പറഞ്ഞിട്ടുള്ള നിക്കാഹ് എന്ന വാക്ക് നമ്മൾ ഇന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള വിവാഹം അല്ല. അത് സെക്സ് ചെയ്യാനുള്ള അനുവാദമാണ്. ഹലാലായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ നിക്കാഹ് എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ തന്നെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറിയിൽ പരിശോധിച്ചാൽ അറിയാം. നിക്കാഹ് എന്ന വാക്കിന് ഫക്ക് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഖുർആനിൽ പലയിടത്തും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പരിഭാഷകരും വ്യാഖ്യാതാക്കളുമൊക്കെ അതിനെ വിവാഹം എന്നാക്കി മാറ്റി ആധുനിക മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏത് വിഷയവും, നിക്കാഹുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ സ്ത്രീകളെ പുരുഷന്മാർക്ക് ലൈംഗികമായി ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഖുർആനിൽ പറയുന്നത്. അതല്ലാതെ വിവാഹം അതുവഴി ഒരു കുടുംബം സ്ഥാപിച്ച് ഇന്നത്തേതുപോലെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വിഷയമല്ല. ഖുർആനിലും ഇസ്ലാമിലും മനുഷ്യർ എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ ആണുങ്ങൾക്ക് അവരുടെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങളായ സ്ത്രീകൾക്ക് അവരുടെ ശരീരം സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ഒക്കെ വിൽക്കാൻ പറ്റും. പിന്നെ ഒരാൾക്ക് അടിമയായി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പൈസ കൊടുക്കാതെ തന്നെ ഈ അടിമയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ ഇസ്ലാം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അറേബ്യയിലെ ലൈംഗിക സദാചാരവും സ്ത്രീ പുരുഷ ബന്ധവുമൊക്കെ നിലനിന്നിരുന്നത്. അതിനനുസരിച്ച് അവിടെ കണ്ട ചുറ്റുപാടുകൾക്കനുസരിച്ച് മുഹമ്മദിൻ്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ ഉണ്ടാക്കിയ ഒരു മതസംഹിതയാണ് ഇസ്ലാം എന്ന മതസംഹിത. അത് ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ആധുനിക പരിഷ്കൃത മനുഷ്യർക്ക് വായിച്ചാൽ തന്നെ അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത് മുഴുവനും. അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് വ്യാഖ്യാതാക്കളും പരിഭാഷകരുമൊക്കെ അർത്ഥം മാറ്റിയും ബ്രാക്കറ്റിട്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ കാര്യം അഡ്വാൻസായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ നോക്കിക്കാണാൻ. ഇനി 23ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അത് 22ൻ്റെ തുടർച്ചയാണ്. 22 ബാപ്പാൻ്റെ ഭാര്യയെ മകൻ ഉപയോഗിക്കാൻ പാടില്ല. ബാപ്പ പൈസ കൊടുത്ത് വാങ്ങിയ സ്ത്രീ ആണെങ്കിലും ബാപ്പാൻ്റെ മരണശേഷം ആ സ്ത്രീയെ മകൻ സ്വന്തമാക്കി ലൈംഗികമായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞത്. അതുപോലെ ലൈംഗികത നിഷിദ്ധമായിട്ടുള്ള സ്ത്രീകളുടെ ലിസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. വിവാഹം കഴിക്കാനുള്ള അനുവാദം എന്ന രീതിയിലാണ് വ്യാഖ്യാതാക്കളും പരിഭാഷകരും ഒക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി 23ാമത്തെ ആയത്ത്. حُرِّمَتْ عَلَيْكُمْ أُمَّهَاتُكُمْ وَبَنَاتُكُمْ وَأَخَوَاتُكُمْ وَعَمَّاتُكُمْ وَخَالَاتُكُمْ وَبَنَاتُ الْأَخِ وَبَنَاتُ الْأُخْتِ وَأُمَّهَاتُكُمُ اللَّاتِي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن
فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഹുർരിമത്ത് അലൈക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ അമ്മായികളും നിങ്ങളുടെ ഇളയമ്മ മൂത്തമ്മകളും സഹോദര പുത്രികളും സഹോദരീ പുത്രികളും നിങ്ങൾക്ക് മുല തന്നിട്ടുള്ളതായ നിങ്ങളുടെ ഉമ്മമാരും മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ സ്ത്രീകളുടെ ഉമ്മമാരും നിങ്ങൾ പ്രവേശനം ചെയ്തിട്ടുള്ളവരായ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ നിങ്ങളുടെ വളർത്തുപുത്രികളും ഇനി നിങ്ങൾ അവരിൽ പ്രവേശനം ചെയ്യുക ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മേൽ കുറ്റമില്ല. നിങ്ങളുടെ മുതുകല്ലുകളിൽ നിന്നുള്ള നിങ്ങളുടെ പുത്രന്മാരുടെ സഹധർമ്മിണികളും രണ്ട് സഹോദരികൾക്കിടയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടലും മുൻകഴിഞ്ഞു പോയിട്ടുള്ളതൊഴികെ നിശ്ചയമായും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതാണ് ഹറാമാക്കിയിട്ടുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ്. തീർന്നിട്ടില്ല, ഇനി തുടർന്നും വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തിന് ഹറാമാക്കിയതാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുർആനിൽ ഈ പറയുന്നതിൻ്റെ മൊത്തം ഭാഷ പരിശോധിച്ചാൽ അറിയാം, സെക്സിന് അനുവാദമില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇന്നത്തെ അർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ഒരു സങ്കല്പമനുസരിച്ച് വിവാഹം ചെയ്തുകൂടാ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ വിവാഹം ചെയ്യൽ നിഷിദ്ധമാക്കപ്പെട്ട എന്നാണ് എല്ലാവരും എഴുതി വച്ചിട്ടുള്ളത്. അങ്ങനെ ഹറാമാക്കപ്പെട്ട പെണ്ണുങ്ങളെയാണ് മഹ്റം എന്ന് പറയുന്നത്. ആ മഹ്റം ആയ പെണ്ണുങ്ങൾക്ക് മഹ്റം ആയ ആണുങ്ങളുടെ കൂടെ മാത്രമേ പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെ അനുവാദമുള്ളൂ ഇസ്ലാമിൽ. ഹജ്ജിന് പോകാനും ഒക്കെ അങ്ങനെയാണ് നിയമം. മഹ്റം കൂടെ വേണം. മഹ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രക്തബന്ധമുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, അവർ പരസ്പരം മാത്രമേ അടുത്ത് ഇടപഴകാൻ പാടുള്ളൂ. അല്ലാത്തവരൊക്കെ അന്യ സ്ത്രീകളാണ്. അവരോടൊപ്പം ഇടപഴകാനോ യാത്ര ചെയ്യാനോ അവരെ മുഖം കാണാനോ അവരെ ശബ്ദം മര്യാദക്ക് കേൾക്കാൻ പോലുമോ അനുവാദമില്ല എന്ന മട്ടിലാണ് ഖുർആനിലെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഈ വായിച്ച് കേട്ടതിൽ നിന്ന് ഈ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ് എന്നും അതെല്ലാവർക്കും ഒരഭിപ്രായ ഭിന്നതയുമില്ലാതെ കൃത്യമായി മനസ്സിലാവുന്നതാണ് എന്നുമാണ് ധരിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയല്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ പെണ്ണുങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ ആ പെണ്ണുങ്ങളുടെ എല്ലാ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയും തർക്കവും മദ്ഹബ് വ്യത്യാസവും ഉണ്ട്. അഭിപ്രായ വ്യത്യാസവും തർക്കവും ഇല്ലാത്ത ഒരു വരി ഖുർആനിൽ ഉണ്ടോ എന്ന് മാഷിയിട്ട് നോക്കിയാൽ കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ക്ലിയറായിട്ടും വ്യക്തമായിട്ടും വിശദീകരിച്ചിട്ടുമാണ് അള്ളാഹു അറബികൾക്ക് വേണ്ടി അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ആ അറബി ഭാഷയിൽ ജീവിച്ച മനുഷ്യന്മാർക്കാണ് ഇതിൻ്റെ അർത്ഥം എന്താണ്, ആശയം എന്താണ് എന്ന കാര്യത്തിൽ ഓരോ വരികളിലും തർക്കമുള്ളത്. അപ്പോൾ ഇതിലാദ്യം പറഞ്ഞത് നിങ്ങളുടെ ഉമ്മമാരും എന്നാണ്. ഉമ്മമാരും എന്ന് പറഞ്ഞിടത്തുള്ള തർക്കം എന്താണെന്ന് മൗദൂദി പറയുന്നത് നോക്കാം. പെറ്റമ്മയ്ക്കും ചിറ്റമ്മയ്ക്കും ഉമ്മ്, മാതാവ് എന്ന് പറയാറുണ്ട്. ഈ വിധിയിൽ രണ്ടുപേരും ഉൾപ്പെടും. അതുപോലെ ഉമ്മാമമാരും, അതായത് പിതാമഹിയും മാതാമഹിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഉമ്മമാരെന്ന് പറഞ്ഞാൽ ബാപ്പാൻ്റെ അമ്മയും ഉമ്മാൻ്റെ അമ്മയും കൂടി അതിൽ ഉൾപ്പെടും എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഖുർആനിലില്ല. വല്യുമ്മമാരെ നിക്കാഹ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടില്ല. അത് പിന്നെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഇജ്മാഅ് നടത്തിയതാണ്. അവരുമ്മമാർ എന്ന് പറയുമ്പോൾ എന്തായാലും ഉമ്മാൻ്റെ അമ്മയും കൂടെ അതിൽ പെടുമല്ലോ എന്ന് യുക്തി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടാണ് ഉമ്മാമ്മമാരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹ് അതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ കുറേ കാലം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് കിതാബുകൾ വായിച്ചാൽ മനസ്സിലാവുന്നത്. ഇനി നോക്കുക, പിതാവ് അവിഹിത ബന്ധം പുലർത്തിയ സ്ത്രീയെ പുത്രന് വിവാഹം ചെയ്യാൻ പാടുണ്ടോ എന്നതിൽ അഭിപ്രായാന്തരമുണ്ട്. എന്താണ് ഈ അഭിപ്രായാന്തരം വരാൻ കാരണം? പിതാവിൻ്റെ ഭാര്യ എന്നാണ് നമ്മളൊക്കെ അർത്ഥമാക്കിയതെങ്കിൽ ഇവിടെ ഖുർആനിൽ പിതാവ് നിക്കാഹ് ചെയ്ത സ്ത്രീ എന്നാണ്.
നിക്കാഹ് ചെയ്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ പിതാവ് ലൈംഗിക ബന്ധം നടത്തിയ സ്ത്രീ എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. പൂർവ്വ പണ്ഡിതന്മാരിൽ ചിലർക്ക് അത് നിഷിദ്ധമാണെന്ന അഭിപ്രായമില്ല. ഏത്? പിതാവ് അവിഹിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ അതിനെ മാതാവിൻ്റെ സ്ഥാനത്ത് കാണേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് പൂർവ്വകാലത്തെ കുറേ പണ്ഡിതന്മാർ. അപ്പോൾ ആ സ്ത്രീകൾ മഹ്റമല്ല, അവരെ മക്കൾക്ക് കല്യാണം കഴിക്കാം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. മാത്രമല്ല പിതാവ് കാമാസക്തിയോടെ സ്പർശിച്ച ഒരു സ്ത്രീയെ പോലും പുത്രന് വേൽക്കാൻ പാടില്ലെന്നാണ് അവരുടെ പക്ഷം. അപ്പോൾ പിതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെയും മാതാവിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവരെയും ഹറാമാക്കണം എന്നായിരുന്നു കുറേ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല അവർ കാട് കയറി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, പിതാവ് കാമാസക്തിയോടെ സ്പർശിച്ച ഒരു സ്ത്രീയെപ്പോലും പുത്രന് വേൽക്കാൻ പാടില്ലെന്നാണ് അവരുടെ പക്ഷം. ഇതുപോലെ മറിച്ചും, അതായത് മകൻ അവിഹിത ബന്ധം പുലർത്തിയ സ്ത്രീയെ പിതാവിന് പരിണയിക്കാൻ പാടില്ലെന്നും തരക്കേടില്ലെന്നും പൂർവ്വ പണ്ഡിതന്മാർക്കിടയിൽ പക്ഷാന്തരമുണ്ട്. മാതാവുമായി രഹസ്യ കൂട്ടുകെട്ടിലേർപ്പെട്ട പുരുഷനും മകളെയും മകളുമായി ജാരവൃത്തി നടത്തിയവന് മാതാവിനെയും വിവാഹം ചെയ്യാമോ എന്നും തർക്കമുണ്ട്. മകളുമായി ജാരവൃത്തി നടത്തിയവന് മാതാവിനെയും വിവാഹം ചെയ്യാമോ എന്നും തർക്കമുണ്ട്. ഈ വിഷയകമായി നീണ്ട ചർച്ചകളാണ് കർമ്മശാസ്ത്രകാരന്മാർക്കുള്ളത്. ഇവിടെ മൗദൂദി യുക്തി കൊണ്ടങ്ങട്ട് സ്ഥാപിക്കുകയാണ് ഇനിയുള്ള കാര്യം. പക്ഷെ പണ്ഡിതന്മാർ യുക്തി നോക്കിയിട്ടില്ല. പണ്ഡിതന്മാരെന്താ നോക്കിയത്? കിതാബാണ് നോക്കിയത്. റസൂലിൻ്റെ സുന്നത്താണ് നോക്കിയത്. അള്ളാൻ്റെ കിതാബാണ് നോക്കിയത്. അള്ളാൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും ഇങ്ങോട്ട് നോക്കിയിട്ട് വേണ്ടത്ര കണ്ട് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരുപാട് കാലം തർക്കിച്ചു എന്നാണ് ഇവിടെ മൗദൂദി തന്നെ പറഞ്ഞത്. എന്താ തർക്കിക്കണത്? ബാപ്പ അവിഹിത ബന്ധത്തിലേർപ്പെട്ട പെണ്ണിനെയും മകൻ അവിഹിത ബന്ധത്തിലേർപ്പെട്ട പെണ്ണിനെയും മകനും ബാപ്പയും കെട്ടാൻ പാടുണ്ടോ? കെട്ടല്ല കേട്ടോ, അവരുമായി നിക്കാഹ് നടത്താൻ പാടുണ്ടോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളോളം കുത്തിയിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തീരുമാനം രണ്ട് കൂട്ടർ രണ്ട് രീതിയിൽ തീരുമാനം എടുത്തു പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അമ്മയെ വ്യഭിചരിക്കരുത് അല്ലെങ്കിൽ സ്വന്തം അമ്മയെ നിക്കാഹ് ചെയ്യരുത് എന്ന ഒരു വിഷയത്തിൽ പോലും ഇസ്ലാമിൽ തർക്കമാണ്. കാരണം എന്താണ് അമ്മ എന്ന കാര്യത്തിൽ, എന്താണ് നിക്കാഹ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അവിഹിത ബന്ധം അതിൽ പെടുമോ? പൈസ കൊടുത്തിട്ടുള്ള ഹലാലായ ബന്ധം മാത്രമേ പെടുള്ളൂ എന്നാണ് തർക്കം. ഇനി മൗദൂദി അതിൻ്റെ യുക്തിയൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായിട്ട് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൗദൂദിയുടെ അഭിപ്രായമാണ് പറയുന്നത്. അത് മൗദൂദി തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ഉന്നയിച്ച സിദ്ധാന്തത്തിനെതിരാണ്. മൗദൂദി എന്താ ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ്റെ യുക്തി കൊണ്ടൊന്നും കണ്ടെത്താൻ പറ്റില്ല. സദാചാരം എന്താണ്, ശരിയെന്താണ്, തെറ്റെന്താണ്, ധാർമ്മികത എന്താണ്, അധാർമികത എന്താണ് എന്നൊന്നും തീരുമാനിക്കാൻ മനുഷ്യൻ്റെ യുക്തി പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു കിതാബ് കെട്ടിയിറക്കിയത് എന്ന സിദ്ധാന്തം ഏറ്റവും ശക്തമായി ഉയർത്തിയ ആളാണ് മൗദൂദി. ആ മൗദൂദിയാണ് ഇവിടെ ഈ പണ്ഡിതന്മാരെയൊക്കെ തള്ളിയിട്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് മൂപ്പരെ തീരുമാനം പറയുന്നത്. തർക്കം മാത്രമല്ല, ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും അതിൻ്റെ സൂക്ഷ്മതലങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും മറ്റു കിതാബുകളിലും പേജുകളാണ് എഴുതി തള്ളിയിട്ടുള്ളത്. എന്താ കാരണം എന്നറിയോ? ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഇന്നും ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്ന ആളുകളും ധാർമ്മികത എന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ സദാചാരം എന്ന് കേൾക്കുമ്പോഴേക്ക് ആദ്യം എടുത്തിടുന്നത് ഈ കാര്യമാണ്. വേറൊരു കാര്യമില്ല അവർക്ക്. ഈ അരക്ക് ചുറ്റുമുള്ള കാര്യമാണ് ഇസ്ലാമിൽ ധാർമ്മിക പ്രശ്നം. എന്താണ് അതിന് കാരണം? അതിന് കാരണം മുഹമ്മദാണ്. മുഹമ്മദിനാകെപ്പാടെ താല്പര്യമുള്ള ഒരു വിഷയം ഇതായിരുന്നു. അള്ളാഹു ഒരു അന്ത്യപ്രവാചകനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ അന്ത്യപ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് അള്ളാഹു കണ്ടത് ഒരു 30 കുതിരശക്തിയെങ്കിലും ഉള്ള ഒരാളെ കിട്ടണം എന്നാണ്. അങ്ങനെയാണ് അള്ളാഹു മുഹമ്മദിനെ കണ്ടെത്തിയത്. മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു ദൂതനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അള്ളാഹു എന്ന പടച്ചോൻ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി സ്വീകരിച്ചത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ലൈംഗിക ശേഷിയുള്ള ആളാരാണ് എന്നതാണ്. അങ്ങനെയാണ് മുഹമ്മദിനെ ദൂതനാക്കിയത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് ഈ ഒരു വിഷയത്തിനാണ്. അതുകൊണ്ട് ഇസ്ലാമും കർമ്മശാസ്ത്രവും ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളും ഈ അരക്ക് ചുറ്റും കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ
നമ്മളുമായി തർക്കിക്കാൻ വരുമ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് സെക്സിലേക്ക് ഓടുന്നത്. അതുതന്നെയാണ് നമ്മൾ ഈ തർക്കങ്ങളുടെയൊക്കെ കാരണമായിട്ട് കാണുന്നത്. കാരണം വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇതിനെ അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉമ്മ ഹറാമാണ് എന്ന് പറയുമ്പോഴേക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാപ്പ വ്യഭിചരിച്ചത് പറ്റുമോ, ബാപ്പ നോക്കിയത് പറ്റുമോ, ബാപ്പ തോണ്ടിയത് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച നടത്തുന്നത്. ഇനി ഉമ്മാൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറഞ്ഞത് പുത്രി എന്നാണ്, മക്കൾ എന്നാണ്. അവിടെയും പണ്ഡിതന്മാർക്ക് വിചിത്രമായ തർക്കങ്ങളുണ്ട്. ഈ പുത്രിമാർ എന്ന് പറഞ്ഞതിന് മൗദൂദി കൊടുത്തിട്ടുള്ള ടിപ്പണിക്കാണിത്, വ്യാഖ്യാനക്കുറിപ്പ്. പുത്രിയുടെ വിധിയിൽ പൗത്രിയും ഉൾപ്പെടുന്നു. എന്നാൽ അസാൻമാർഗിക ബന്ധത്തിലുണ്ടായ മകളെ സംബന്ധിച്ച വിധിയിൽ തർക്കമുണ്ട്. പുത്രി എന്ന് പറഞ്ഞാൽ പുത്രിയുടെ പുത്രിയും ഉൾപ്പെടുന്നു എന്നാണ് പണ്ഡിതന്മാർ തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാൻ്റെ കിതാബിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പുത്രി ഹറാമാണ് എന്ന് പറഞ്ഞെടുത്ത് പൗത്രിയും പെടുമോ എന്ന കാര്യത്തിലും പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളോളം കുത്തിയിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം ഇജ്മാ നടത്തി യുക്തി പ്രയോഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പുത്രിയുടെ പുത്രി എന്ന് പറഞ്ഞാലും പുത്രി തന്നെ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങ് ഹറാമാക്കി കളയാമെന്ന് പണ്ഡിതന്മാർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതൊന്നും അള്ള പറഞ്ഞു കൊടുത്തിട്ടില്ല, അള്ളാൻ്റെ കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് തർക്കം വന്നത്. ഇനി നോക്കൂ, നേരത്തെ ഉമ്മാൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഈ പുത്രിയുടെ കാര്യത്തിൽ മറ്റൊരു തർക്കമാണ് പറയുന്നത്. അസാൻമാർഗിക ബന്ധത്തിലുണ്ടായ മകളെ സംബന്ധിച്ച വിധിയിൽ തർക്കമുണ്ട്. എന്താ തർക്കം? അബൂ ഹനീഫ, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എന്നീ ഇമാമുകളുടെ അഭിപ്രായത്തിൽ അവളും ന്യായബന്ധത്തിലുണ്ടായ മകളെപ്പോലെ ഹറാമാണ്. എന്നാൽ ഇമാം ഷാഫി പറയുന്നു അവൾ വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ല എന്ന്. എന്നാൽ സ്വന്തം ബീജത്തിലുണ്ടായതെന്നറിയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക അനുവദനീയമാണെന്ന് വിഭാവന ചെയ്യുന്നത് പോലും ശുദ്ധപ്രകൃതിക്ക് അസഹ്യമാണ്. അത് മൗദൂദിയുടെ വാചകമാണ്. മൗദൂദി പറയുന്നത് ശുദ്ധപ്രകൃതി കൊണ്ട് നോക്കുമ്പോൾ അത് ശരിയാവില്ല എന്നാണ്. പക്ഷേ മദ്ഹബ് ഇമാമുകൾ ശുദ്ധപ്രകൃതി യുക്തിയല്ല നോക്കിയത്, അവർ നോക്കിയത് കിതാബാണ്. കിതാബ് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അള്ള പറഞ്ഞു തന്നിട്ടില്ല, റസൂല് വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ തർക്കിച്ചു, നൂറ്റാണ്ടുകളോളം തർക്കിച്ചിട്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു അത് പെടൂല, വേറൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു അത് പെടും, കുഴപ്പമില്ല. ഏതാ പെടൂല എന്ന് പറയുന്നത്? പൈസ കൊടുത്ത് ഹലാലായ നിക്കാഹ് നടത്തിയിട്ടല്ലാതെ ഹറാമായ മാർഗത്തിൽ നിക്കാഹ് നടത്തിയിട്ട് കുട്ടിയുണ്ടായാൽ അത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ ബാപ്പാക്ക് കെട്ടാൻ പറ്റുമോ പറ്റൂലേ, അല്ലെങ്കിൽ ബാപ്പാക്ക് പെൺകുട്ടിയുമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്ന കാര്യത്തിലാണ് ഈ തർക്കം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാമുകിയിൽ ഒരു മകളുണ്ടായി, ആ മകളെ നിങ്ങൾക്ക് കാമുകിയാക്കാം, അല്ലെങ്കിൽ ഭാര്യയാക്കാം, അല്ലെങ്കിൽ വെപ്പാട്ടിയാക്കാം, അവളുമായി സെക്സ് ചെയ്യാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് പറ്റൂല, അവൾ മകൾ തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൗദൂദി പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റണില്ല മൗദൂദിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം മൗദൂദി 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച മനുഷ്യന്മാർക്ക് അത് ചർച്ചാ വിഷയമാണ്, തർക്ക വിഷയമാണ്. കാരണം അവർക്ക് ഈ മൗദൂദിക്കുള്ള അസഹ്യത എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മതം ആരുണ്ടാക്കിയതാണ്, ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് മനുഷ്യൻ്റെ യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പഠിച്ചവൻ കെട്ടിയിറക്കിയതാണോ, അതോ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്നതാണോ? ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല ദൃഷ്ടാന്തമാണ്, പക്ഷേ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അവിഹിത ബന്ധത്തിലുണ്ടായ മകളെ കല്യാണം കഴിക്കുകയോ സെക്സ് ചെയ്യുകയോ ചെയ്യാമോ എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ തർക്കത്തിലാണ്. ഫത്ഹുൽ മുബീന് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു മൊയ്ലിയർ വയലു പറഞ്ഞതിൻ്റെ ഓഡിയോ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. മൊയ്ലിയർ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹ്റമല്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആര്? വ്യഭിചാരത്തിലുണ്ടായ മകൾ മഹ്റമല്ല, അവളെ കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല എന്ന് മൊയ്ലിയർ വയലു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പല ക്ലബ് ഹൗസ് ചർച്ചകളിലും ആ വയലു കേൾപ്പിച്ചിരുന്നു. ഇനി ഒരു സുന്നി മൊയ്ലിയർ പറയുന്നത് നമ്മൾക്ക് നോക്കാം. സുന്നി മൊയ്ലിയർ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചത് ഇതാണ്: പുത്രിമാർ എന്ന് പറഞ്ഞതിൽ വ്യഭിചാരത്തിൽ പിറന്ന പുത്രിയും ഉൾപ്പെടുമെന്നാണ് 3 ഇമാമുകളുടെയും മദ്ഹബ്. എന്നാൽ അവൾ അനന്തരാവകാശത്തിന് അർഹയല്ലെന്ന് ഇജ്മാ ഉണ്ടായതുകൊണ്ടും ശർഇൽ പുത്രിയല്ലാത്തതുകൊണ്ടും ഉൾപ്പെടുകയില്ല എന്നാണ് ഇമാം ഷാഫീൻ്റെ മദ്ഹബ്. അപ്പോൾ ഷാഫി മദ്ഹബാണ് വ്യഭിചാരത്തിലുണ്ടായ മകളെ കെട്ടാമെന്നും നിക്കാഹ് ചെയ്യാമെന്നും പറയുന്ന മദ്ഹബ്. ബാക്കി 3 മദ്ഹബുകാരും എന്ത് ചെയ്തു? അങ്ങനെ ഉണ്ടായ മകൾ തന്നെയല്ലേ എന്ന യുക്തി അവിടെ ഉപയോഗിച്ചു. അവിടെ യുക്തിയാണ് അവർ ഉപയോഗിച്ചത്, എന്നിട്ട് വ്യാഖ്യാനിച്ചു.
അപ്പം ഇവിടെ മനുഷ്യൻ്റെ യുക്തിയും മനുഷ്യൻ്റെ ഉള്ളിലുള്ള അസഹ്യത, മൗദൂദിയുടെ ഭാഷയിൽ അസഹ്യതയും ഒക്കെയാണ് പണ്ഡിതന്മാരെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നത്. പടച്ചോൻ എന്തിനാണ് കിതാബ് കൊടുത്തയച്ചത്? മനുഷ്യൻ്റെ യുക്തി അതിനൊന്നും പറ്റാത്തതുകൊണ്ടാണ്. പടച്ചോൻ കൊടുത്തയച്ച കിതാബിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത് യുക്തിയും മനുഷ്യത്വവും ഒക്കെയാണ്. എന്നിട്ട് അവർ തീരുമാനം എടുക്കുകയാണ്, അള്ള പറഞ്ഞത് ഇങ്ങനെ ആവാം അല്ലെങ്കിൽ അങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട്. അള്ള പറഞ്ഞത് എന്താണെന്ന് അള്ളാഹ്ക്ക് പോലും അറിയില്ല. അതാണ് സ്ഥിതി. ആലോചിച്ച് നോക്കാം നിങ്ങളെ സ്വന്തം രക്തത്തിൽ സ്വന്തം ജനിതകത്തിൽ പിറന്ന മകളെ വ്യഭിചരിക്കാമോ ഇല്ലേ എന്ന കാര്യമാണ് പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളോളം തർക്കിച്ചിട്ട് 3 മദ്ഹബുകൾ പാടില്ല എന്നും 1 മദ്ഹബ് പറ്റുമെന്നും തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ലോകാവസാനം വരേക്ക് ഇറക്കിയ കിതാബാണ്. ഇനി ഇതിൽ ഉമ്മമാരെന്ന് പറഞ്ഞിടത്ത് വല്യുമ്മമാർ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അത് തർക്ക വിഷയമായി. ഇതിൽ മകൾ എന്ന് പറഞ്ഞിടത്ത് പേരക്കുട്ടികൾ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അത് ഹറാമാണോ അല്ലേ എന്ന കാര്യത്തിലും പണ്ഡിതന്മാർ തർക്കിക്കുകയും അവസാനം ഇജ്മാ കൂടിയിട്ട് അതും കൂടെ മകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന കിതാബുകളുണ്ട്. വളരെ വിചിത്രമായ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മൂലകുടി ബന്ധത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും ഒരു സ്ത്രീയുടെ മുല കുടിച്ചു കഴിഞ്ഞാൽ ആ മുല കുടിച്ച സ്ത്രീയും സ്ത്രീയുടെ ബന്ധുക്കളും രക്തബന്ധുക്കളും ഒക്കെ ആയിട്ട് ഈ മുല കുടിച്ച ആൾക്ക് ഈ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും ഉള്ളതായി കണക്കാക്കിയിട്ട് അതിൽപ്പെട്ട എല്ലാവരെയും മഹറമാക്കാം എന്നാണ് മറ്റൊരു കോമഡി ഇസ്ലാമിലുള്ള. അത് ഫിഖ് സുന്നയിൽ 15-16 പേജിലാണ് എന്താണ് ഈ മുലകുടി ബന്ധം എന്നും അതിൻ്റെ ഷർഅ് എന്തൊക്കെയാണ് എന്നും വിശദീകരിക്കാനായിട്ട് നീക്കി വെച്ചിട്ടുള്ളത് 10-15 പേജുകളാണ്. ഞാനത് കുറച്ച് വായിച്ച് കേൾപ്പിക്കാം. എത്രത്തോളം ഗൗരവത്തിലാണത് ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. എന്താണ് ഈ മുലകുടി ബന്ധം? നമുക്കിന്നത് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നും. നമുക്ക് മൗദൂദി പറഞ്ഞ മാതിരി അസഹ്യത തോന്നും. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ ഏർപ്പാടില്ല, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. എന്ന് മാത്രമല്ല, അത് വളരെ ചീഞ്ഞ ഏർപ്പാടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കുട്ടിക്ക് മുലപ്പാലുള്ള ഒരു മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ മുലപ്പാൽ മാത്രമേ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ. മാതാവ് മരിച്ചു പോവേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുട്ടിക്ക് നമ്മൾ മനുഷ്യപ്പാൽ കൊടുക്കുന്നതിന് പകരം പശുവിൻ പാലും മറ്റു പാലുകളും ഒക്കെ കൊടുത്തിട്ടാണ് പിന്നെ ആ കുട്ടിയെ വളർത്തുക. അപ്പോഴും മറ്റു സ്ത്രീകളുടെ മുലപ്പാൽ കൊടുക്കുന്ന സമ്പ്രദായം നമ്മളെ നാട്ടിൽ കുറവാണ്. ഇനി വളരെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടി ജനിച്ച ഉടനെ ഉമ്മ മരിച്ചു പോവുക അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുലപ്പാലുള്ള മറ്റൊരു സ്ത്രീ ആ ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ മുല കൊടുക്കുന്ന സമ്പ്രദായം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളർത്താം. ഇത് വളരെ അപൂർവമായിട്ട് ഇന്ന് അങ്ങനൊരു സംഭവമുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മ, പെറ്റമ്മ മുല കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു വൈകാരികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അറേബ്യയിൽ സ്ത്രീകൾ വാടകയ്ക്ക് പ്രസവിക്കുന്ന യന്ത്രങ്ങളായിരുന്നു. വാടകയ്ക്ക് പ്രസവിച്ച സ്ത്രീകൾ ആ പ്രസവം കഴിഞ്ഞാൽ ഉടനെ കുട്ടികളെ ഈ കുട്ടിയുടെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഉണ്ടാക്കിയ വാപ്പ. അപ്പോൾ വാടക കൊടുത്തിട്ട് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ കുട്ടിയെ പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന് തള്ള ഈ തന്തയുടെ കുടുംബക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ കൊണ്ടുപോയിട്ട് വേറെ സ്ത്രീകളെയോ അല്ലെങ്കിൽ ആ സ്ത്രീയെയോ ഒക്കെ തന്നെ വാടകയ്ക്ക് മുല കൊടുക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ പ്രസവിച്ച് ഒഴിവാക്കിയ സ്ത്രീകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മുലയിൽ പാലുണ്ടാവും. അപ്പോൾ ആ പാലും അവർ വിൽക്കും. അങ്ങനെ മുലപ്പാൽ വാടകയ്ക്ക് വിറ്റും ഗർഭം വാടകയ്ക്ക് നടത്തിയും സ്വന്തം ശരീരം വിറ്റിരുന്ന സ്ത്രീകളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. വളരെ തുച്ഛമായ വിലക്ക് സ്ത്രീകളെ വിറ്റിരുന്നതിൻ്റെ കഥകൾ ഇനി നമ്മൾ അടുത്ത ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയാൻ പോകുന്നുണ്ട്. ഒരു പിടി ഗോതമ്പ്, ഒരു പിടി കാരക്ക ഇത് കൊടുത്താൽ ഒരു സ്ത്രീയെ ഒരു രാത്രിക്കോ 2 രാത്രിക്കോ കിട്ടുമായിരുന്നു എന്ന്. അങ്ങനെ ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഗർഭിണിയാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ അവകാശി ഈ പുരുഷനാണ്. എന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ച ഉടനെ ഈ കുട്ടിയെ ഒഴിവാക്കും. ഈ പുരുഷൻ്റെ ആൾക്കാർ പോയിട്ട് ആ കുട്ടിയെ വാങ്ങിയിട്ട് വളർത്തും. വളർത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് ഇതുപോലെ പ്രസവിച്ച സ്ത്രീകൾ പിന്നെ മുലപ്പാൽ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ മുല കൊടുത്തിട്ട് വളർത്തും.
മുഹമ്മദിന് 9 സ്ത്രീകളെ മറ്റും മാറി മാറി മുല കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. പ്രസവിച്ച ആമിന പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന് മുഹമ്മദിൻ്റെ ബാപ്പാൻ്റെ കുടുംബക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. കാരണം മുഹമ്മദിൻ്റെ ബാപ്പയും മുഹമ്മദിൻ്റെ ഉമ്മയും തമ്മിൽ ഒരു രാത്രി ഒന്നിച്ച് കിടന്ന ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സീറത്തു റസൂലിലേക്ക് വായിച്ചപ്പോൾ നമുക്ക് പിടുത്തം കിട്ടിയത്. കാരണം അത് അത്തരത്തിലുള്ള ഒരു രാത്രിക്ക് വേണ്ടി നടന്ന ഒരു വാടക വിവാഹമായിരുന്നു. വിവാഹമല്ല, ഒരു വാടക മുത്തുകയായിരുന്നു. അത്തരം വാടക മുത്തുകയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടിയിരുന്ന ഒരു നാട്ടിൽ ഈ നാടോടികളായ അറബികൾ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കുക, വാടകയ്ക്ക് മുല കൊടുക്കുക, വാടകയ്ക്ക് സെക്സ് കൊടുക്കുക. അതിൽപ്പെട്ട ഒരു സമ്പ്രദായം വളരെ വ്യാപകമായി നിലനിന്നിരുന്ന ഒരു കാലത്ത് ജനിച്ചു വളർന്ന ഒരു പ്രവാചകന് അതാണ് ഏറ്റവും മുന്തിയ ഒരു ഏർപ്പാട് എന്ന് തോന്നിയെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്രവാചകൻ്റെ പടച്ചോൻ ഇങ്ങനെ ഒരു വഷളത്തരം കിതാബിൽ എഴുതി വെച്ചതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നിട്ട് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് 10-15 പേജ് കർമ്മശാസ്ത്രം എഴുതി വച്ചിരിക്കുകയാണ് ഈ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ. ഈ മുലകുടിയെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട്. എന്താണ് മുലകുടി ബന്ധം എന്നതിൻ്റെ വിശദീകരണം പലതരത്തിലാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്. ഒരു തവണ മുല കുടിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്, 5 തവണ കുടിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്, നിരന്തരമായി കുടിക്കണം എന്ന് പറയുന്നവരുണ്ട്, 2 കൊല്ലം കുടിക്കണം എന്ന് പറയുന്നവരുണ്ട്, കുട്ടിയാവുമ്പോൾ തന്നെ കുടിക്കണം എന്ന് നിർബന്ധം പറയുന്നവരുണ്ട്, അതുപോലെ മുത്തമനുഷ്യന് മുല കൊടുത്താലും മതി എന്ന് പറയുന്നവരുണ്ട്, നേരിട്ട് കുടിക്കണം എന്ന് പറയുന്നവരുണ്ട്, അതല്ല ഇനി കറന്ന് വേറെ പാത്രത്തിലാക്കി കൊടുത്താലും മതി എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ എന്താണ് മുലകുടി എന്നതിനെ സംബന്ധിച്ച് 1,000 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ തർക്കിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ കാണും. ഇമാം റാസി എഴുതി വച്ചിരിക്കുന്നത്, എന്നാൽ മുലകുടി ബന്ധം സ്ഥാപിതമാവാൻ ഒരു പ്രാവശ്യം മുല കുടിച്ചാൽ മതിയാവുമെന്നാണ് ഇമാം അബൂ ഹനീഫയുടെ പക്ഷം. 5 പ്രാവശ്യം മുല കൊടുത്താലേ മുലകുടി ബന്ധം സ്ഥിരപ്പെടൂ എന്ന് ഇമാം ഷാഫി പറയുന്നു. അപ്പോൾ എത്ര പ്രാവശ്യം മുല കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ്. ഇതിനെ സംബന്ധിച്ച് ആയിഷയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മറ്റുമുണ്ട്. ആ ഹദീസ് ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: less than 5 incidents of suckling will not establish prohibition for marriage. In his Sahih, Muslim recorded that Aisha said, among the parts of the Quran that were revealed in the statement, 10 incidents of suckling establishes the prohibition concerning marriage. It was later abrogated with 5, and the Messenger of Allah died while this statement was still recited as part of the Quran. ആയിഷ പറഞ്ഞത് എന്താണെന്നറിയോ? 10 പ്രാവശ്യം മുല കുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുമെന്നും അതോടുകൂടി ആ മകനും അമ്മയും തമ്മിൽ യഥാർത്ഥ മകനും അമ്മയായി മാറുമെന്നും മഹ്റമാകുമെന്നുമാണ് ഖുർആനിൽ ആദ്യം ഒരായത്തുണ്ടായിരുന്നത് എന്നും പിന്നെ അള്ളാഹു ആ ആയത്ത് അബ്രോഗേറ്റ് ചെയ്തിട്ട്, അതായത് നസ്ഖ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ആ 10 പ്രാവശ്യം എന്നുള്ളത് വെട്ടിച്ചുരുക്കി 5 പ്രാവശ്യം എന്നാക്കി വീണ്ടും ആയത്തിറങ്ങി എന്നും ആ 2 ആയത്തും നബി മരിക്കുന്ന അന്ന് വരെ ഖുർആനിൽ ഞങ്ങൾ ഓതിക്കൊണ്ട് നടന്നിരുന്നു എന്നുമാണ് ആയിഷ ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി ഇബ്നു മാജയിലുണ്ട്. ഇബ്നു മാജയിൽ പറയുന്നത് ആ ആയത്തും കല്ലെറിഞ്ഞു കൊല്ലലിൻ്റെ ആയത്തും നബി മരിച്ചന്ന് ഒന്നിച്ചാണ് ആട് മുണുങ്ങിയത് എന്നാണ്. ഏതായത്ത്? 10 പ്രാവശ്യം മുല കുടിച്ചാൽ മുലകുടി ബന്ധമായി എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരായത്തും പിന്നെ അള്ളാഹ്ക്ക് കുറച്ചിങ്ങനെ വെളിവ് വെച്ചപ്പോൾ തോന്നി 10 പ്രാവശ്യം വേണ്ട 5 പ്രാവശ്യം മതി എന്ന് തോന്നിയപ്പോൾ ആ ആയത്ത് വെട്ടിത്തിരുത്തിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 5 പ്രാവശ്യം മുല കുടിച്ചാൽ മതി എന്നാക്കി വെട്ടിത്തിരുത്തിയ ആയത്തും ഈ 2 ആയത്തും കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്തിൻ്റെ കൂടെ ആട് നിന്നുപോയി എന്നാണ് ആയിഷ പറഞ്ഞതായിട്ട് ഇബ്നു മാജയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സഹീഹ് മുസ്ലിമിൽ നിന്ന് ആയിഷ പറയുന്ന ആയത്താണ് ഇത്. ബുഖാരിയിലുണ്ട് ഈ ആയത്ത്. അവിടെ പറയുന്നത് 10 പ്രാവശ്യം എന്നായിരുന്നു ആദ്യം ഖുർആനിലുണ്ടായിരുന്നത്. അത് പിന്നെ 5 ചുരുക്കി. അത് 2 ഞങ്ങൾ ഓതിയിരുന്നു, നബി മരിക്കുന്ന അന്ന് വരെ ഓതിയിരുന്നു, പിന്നെ പോയി എന്നാണ്. ഖുർആനിൽ ഈ മുലകുടി ബന്ധത്തിൻ്റെ ആയത്തേ ഇല്ല. അത് ആട് നിന്നതുകൊണ്ട് പോയി, അതോ ഇനി ആരെങ്കിലും മുക്കി, എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇനി ആയിഷ തന്നെ മുക്കിയതാണോ അതും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാമുമാർ 10 തവണ 5 തവണ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നത്. ചില ഇമാമുമാർ ഒറ്റ തവണ ഈമ്പിയാൽ തന്നെ മതി എന്ന് പറയുന്നവരും ഉണ്ട്. ഇനി മുലകുടിയെക്കുറിച്ച് ഇമാമുമാരുടെയും പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച്
നമ്മുടെ മൗദൂദി എഴുതി വെച്ചത് ഞാൻ വായിക്കാം. ശിശുവിൻ്റെ മുലകുടി മാറുന്നതിന് മുമ്പ് കുടിക്കുന്നത് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതായത് മുലപ്പാൽ മാത്രം ആഹാരമായിരിക്കുന്ന ശൈശവപ്രായത്തിലായിരിക്കണം മുലകുടി മാറിയ കുട്ടി. വല്ല സ്ത്രീയുടെയും മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ മുലകുടി ബന്ധം അംഗീകരിക്കപ്പെടില്ല. അതിന് വെറും ജലപാനത്തിൻ്റെ നിലപാടേ ഉള്ളൂ. ഇതാണ് ഉമ്മു സൽമ, ഇബ്നു അബ്ബാസ് മുതലായവരുടെ പക്ഷം. അലിയിൽ നിന്നും ഈ അർത്ഥത്തിലുള്ള ഒരു റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സുഹരി, ഹസൻ ബസരി, ഖതാദ, ഇക്രിമ, ഔസായി എന്നിവരും ഇതേ വാദക്കാരാണ്. ഇതാണ് ഒരഭിപ്രായം. ഇനി രണ്ടാമത്തെ അഭിപ്രായം, 2 വയസ്സിനുള്ളിൽ മുല കുടിക്കണം, എന്നാലേ മുലകുടി ബന്ധത്തിലുള്ള നിരോധം സ്ഥാപിതമാവൂ. ഇതാണ് ഉമർ, ഇബ്നു മസൂദ്, അബു ഹുറൈറ, ഇബ്നു ഉമർ എന്നിവരുടെ അഭിപ്രായം. ഇമാം ഷാഫിയും ഇമാം അഹ്മദും ഇമാം അബു യൂസഫും ഇമാം മുഹമ്മദും സുഫിയാനു സൗരിയും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇതിന് അനുകൂലമായ ഒരഭിപ്രായം ഇമാം അബു ഹനീഫയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മാലിക്കും ഏറെക്കുറെ ഇതോട് യോജിച്ചിട്ടുണ്ട്. എന്നാൽ 2 വയസ്സിൽ 1-2 മാസങ്ങൾ അധികരിച്ചു പോയാലും വിധി സ്ഥാപിതമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ അഭിപ്രായം, മുലകുടി കാലം 2.5 കൊല്ലമാണ്. ഇതിനിടയിൽ എപ്പോൾ ശിശു മുലകുടിച്ചാലും നിയമം സ്ഥാപിതമാകും. ഇതാണ് ഇമാം അബു ഹനീഫയുടെയും സുഫറിൻ്റെയും പ്രസിദ്ധമായ അഭിപ്രായം. ഇനി നാലാമത്തെ അഭിപ്രായം, ഏത് പ്രായത്തിലായാലും ശരി ഒരാൾ വല്ല സ്ത്രീയുടെയും മുലപ്പാൽ കുടിച്ചാൽ മുലകുടി ചാർച്ച സ്ഥാപിതമായി. തന്മൂലം അവർ തമ്മിൽ വിവാഹബന്ധം ഹറാമാണ്. പ്രായത്തിനല്ല പാലിനാണ് വിഷയത്തിൽ പരിഗണന എന്നർത്ഥം. കിഴവനായാലും മുലപ്പാൽ കുടിച്ചാൽ മുലകുടി പ്രായത്തിലുള്ള ഒരു ശിശുവിൻ്റെ വിധി തന്നെയാണുള്ളത്. ആയിഷയുടെ അഭിപ്രായമാണ് ഇത്. അലിയിൽ നിന്ന് ധരിക്കപ്പെട്ട കൂടുതൽ ശരിയായ റിപ്പോർട്ട് ഇതിന് അനുകൂലമാണ്. ഉർവത്ത് ബിൻ സുബൈർ, അത്താ, ലൈസ് ബിൻ സഅദ്, ഇബ്നു ഹസ്മ് എന്നീ ഫുഖഹാക്കൾ തിരഞ്ഞെടുത്ത അഭിപ്രായവും ഇതാണ്. അപ്പോൾ 4 അഭിപ്രായം പറഞ്ഞു. മുലകുടി ബന്ധം സ്ഥാപിതമാവണമെങ്കിൽ ഏത് പ്രായത്തിൽ മുല കുടിക്കണം, എത്ര പ്രാവശ്യം മുല കുടിക്കണം, എത്ര കാലം മുല കുടിക്കണം, എത്ര വയസ്സിൻ്റെ ഉള്ളിൽ കുടിക്കണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതകളാണ് ഈ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പും പറഞ്ഞ ഒരു കാര്യം, ഒരു തമാശ നിങ്ങൾ ഓർക്കണം. അള്ളാഹു ഇബ്ലീസ് ചക്കര തേച്ച പോലെ ആയത്തിറക്കിയിട്ടാണ് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ അള്ളാഹു ഇബ്ലീസിൻ്റെ വേഷപ്രച്ഛന്നനായ പ്രതിനിധിയായിരുന്നു എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം. കാരണം ഒരായത്ത് പോലും മര്യാദക്ക് തർക്കമില്ലാത്ത രീതിയിൽ പറഞ്ഞു പോയിട്ടില്ല. തർക്കിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ചക്കര തേച്ച പോലെ തേച്ച് പോയിരിക്കുകയാണ്. എന്നിട്ട് പണ്ഡിതന്മാർ കുത്തിയിരുന്നിട്ട് തർക്കിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്ത്രീകളുടെ ഉമ്മമാരും നിങ്ങൾ പ്രവേശനം ചെയ്തിട്ടുള്ളവരായ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരായ നിങ്ങളുടെ വളർത്തുപുത്രികളും. ഇവിടെ നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, അത് ഭാര്യമാരോ അടിമകളോ അല്ലെങ്കിൽ മുത്തുക നടത്തിയവരോ അല്ലെങ്കിലും മറ്റ് ഏതെങ്കിലും രീതിയിൽ സെക്സ് ചെയ്തവരോ ഒക്കെ ആവാം. അങ്ങനെയുള്ള സ്ത്രീകളുടെ മക്കൾ, അതായത് നിങ്ങളിൽ നിന്ന് ഉണ്ടായവരല്ലാത്ത മക്കൾ ആ സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ ആ മക്കളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. അവർ നിങ്ങൾക്ക് ഹറാമാണ്. അതിൽ വേറൊരു കുത്തിക്കണിയും കൂടെ അള്ളാഹു കുത്തിത്തിരികിയിട്ടുണ്ട്, തർക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പിന്നെ തർക്കമുണ്ടായത്. നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിയായിട്ട് ഈ ഭാര്യയുടെ കൂടെ വന്നിട്ടുള്ള ഭാര്യയുടെ പഴയ പുത്രി, ആ പുത്രിയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത പുത്രികൾ അവർക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ സംരക്ഷണത്തിലല്ലാത്ത പുത്രികൾ ആ സ്ത്രീക്കുണ്ടെങ്കിൽ അവരുമായിട്ട് പാടുണ്ടോ ഇല്ലേ തർക്കം. ഇതാ മൗദൂദിയുടെ കൂട്ടക്കാർ ഇവിടെ പ്രസിദ്ധീകരിച്ച ഫിഖ്ഹ് സുന്നയാണിത്. അതിൽ നിന്ന് ഞാൻ വായിക്കാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഭാര്യമാരുടെ മകൾ, ഇതിൽ പെൺമക്കളുടെ പെൺമക്കളും ആൺമക്കളുടെ പെൺമക്കളും അവർ എത്ര താഴോട്ട് വന്നാലും ഉൾപ്പെടുന്നു. കാരണം അവരെല്ലാം ഭാര്യയുടെ പെൺമക്കൾ തന്നെയാണ്. നിങ്ങൾ ദാമ്പത്യബന്ധം പങ്കിട്ട നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നുള്ളവരും നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരുമായ നിങ്ങളുടെ വളർത്തുപുത്രികൾ എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ താല്പര്യമാണ് ഇത്. തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളിൽ ജനിച്ച കുട്ടിക്കാണ് റബീഅത്ത് എന്ന് പറയുക. സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ അവൻ വളർത്തുമ്പോൾ എന്ന് ദ്യോതകാർത്ഥം നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള എന്ന് പറഞ്ഞത് വിശേഷണമല്ല, സാധാരണയുള്ള ഒരു വസ്തുത വിവരിച്ചതാണ്. കാരണം സാധാരണഗതിയിൽ ഉമ്മയുടെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അവൾ. എന്നാൽ ലാഹിരികളുടെ അഭിപ്രായത്തിൽ ഉപര്യുക്ത പ്രയോഗം ഒരു നിബന്ധന മാത്രമാണ്.
ഭാര്യയുടെ പെൺമക്കൾ അയാളുടെ സംരക്ഷണത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാവുകയുള്ളൂ. ചില സഹാബികളിൽ നിന്നും ഈ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. മാലിക് ഇബ്നു ഔസിൽ നിന്ന് റിപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചു, അവളിൽ എനിക്ക് കുട്ടികളുണ്ടായിരുന്നു. എനിക്കതിൽ വലിയ ദുഃഖമായി. അങ്ങനെ ഇരിക്കെ അലി ഇബ്നു അബീ താലിബ് എന്നെ കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, എന്തുപറ്റി? എൻ്റെ ഭാര്യ മരിച്ചു. അവൾക്ക് പെൺകുട്ടിയുണ്ടോ? ഉണ്ട്, അവൾ തായിഫിലാണ്. നിന്റെ സംരക്ഷണത്തിനാണോ അവൾ? അല്ല. എന്നാൽ അവളെ വിവാഹം ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിങ്ങളുടെ വളർത്തുപുത്രികൾ നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറഞ്ഞതോ? അതിന് അവൾ നിന്റെ സംരക്ഷണത്തിലല്ലല്ലോ. നിന്റെ സംരക്ഷണത്തിനാണെങ്കിലേ ആ വിധി ബാധകമാവൂ. അപ്പോൾ അലി ഫത്വ കൊടുക്കുന്നത് എന്താണ്? സ്വന്തം സംരക്ഷണത്തിലല്ല എങ്കിൽ ഭാര്യയുടെ മകളെ കല്യാണം കഴിക്കാം. ഭാര്യ മരിച്ച ഒരു പുരുഷൻ വന്നിട്ട് അലിയോട് സങ്കടം പറഞ്ഞപ്പോൾ അലി പരിഹാരം പറഞ്ഞു കൊടുത്തതാണ്. മരിച്ച ഭാര്യയ്ക്ക് മകളുണ്ടല്ലോ, ജി ഓളെ കെട്ടിക്കോ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കെട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ അലി പറയാണ്, അത് സംരക്ഷണത്തിലുള്ള പെണ്ണുങ്ങളെ മക്കളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. നോക്കൂ നിങ്ങൾ, ഖുർആൻ അള്ളാഹ് ഇറക്കിയതിൻ്റെ കോലം. ഇതാ ഞാൻ പറഞ്ഞത്, ഇബ്ലീസ് ചക്കര തേച്ച പോലെയുള്ള ഇബ്ലീസിൻ്റെ പണിയാണ് അള്ളാഹ് എടുത്തിട്ടുള്ളത്. ഇവിടെ ആവശ്യമില്ലാതെ ഒരു ക്ലോസ് കൊണ്ടായിട്ട് അതിനകത്ത് തിരികെ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള എന്ന ഒരു വാക്യം അതിനകത്ത് തിരികെ ചേർത്തതുകൊണ്ട് അലി പറഞ്ഞു, സംരക്ഷണത്തിലില്ലാത്ത പെൺകുട്ടികൾ ഭാര്യയുടെ മക്കളാണെങ്കിലും കെട്ടാം. ബാക്കിയുള്ളവർ നമ്മളെ മൗദൂദിയെ പോലെ അസഹ്യത തോന്നിയ ആൾക്കാർ പറഞ്ഞു, അതിപ്പോൾ ഭാര്യയുടെ മകളല്ലേ, അപ്പോൾ പറഞ്ഞത് അതിനും ബാധകല്ലേ എന്ന് യുക്തി കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർ അത് പറ്റൂല എന്ന് പറഞ്ഞു. അലി ഉൾപ്പെടെ കുറേ ആൾക്കാർ അത് പറ്റും എന്ന് പറഞ്ഞു. അള്ളാഹ് ഉണ്ടാക്കിയ ഓരോ കെണിയാണത്. അള്ളാഹ് എന്തിനാ ഖുർആൻ ഇറക്കിയത്? ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെയാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയത്? വ്യക്തമായി ലളിതമായി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. അള്ളാഹ് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം, ഇതിപ്പോൾ ഒരായത്തിലുള്ള ഓരോ വാക്കിനും തർക്കമാണ്. ഉമ്മ എന്താണ് തർക്കം, മകളെന്താണ് തർക്കം, സഹോദരി എന്താണെന്ന് തർക്കം, മുലകുടി ബന്ധം എന്താണെന്ന് തർക്കം, ഭാര്യേൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തർക്കം, നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് തർക്കം, എല്ലാം തർക്കമാണ്. തർക്കമില്ലാത്ത ഒരു സാധനം ഈ കിതാബിലില്ല. ഇനി ഫിഖ്ഹ് തുടർന്ന് നോക്കൂ. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഈ അഭിപ്രായം തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം അലിയുടെ ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം ഇബ്നു ഉബൈദാണ് മാലിക് ഇബ്നു ഔസ് വഴി അത് അലിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഈ ഇബ്രാഹിം ഏതെന്നറിയപ്പെട്ടിട്ടില്ല. അതിനാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ എതിർക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാർ തള്ളാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ധാർമ്മികത യുക്തി കൊണ്ട് പരിശോധിച്ചതല്ല, കിതാബിൻ്റെ ആധികാരികത നോക്കിയതാണ്. ഹദീസിൻ്റെ ആധികാരികത, സനത് ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ സനത് കുറച്ച് ലേശം ദുർബലമാണ്, എന്നാൽ പിന്നെ അത് തള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ തള്ളിയിട്ടുള്ളത്. ഇതാണ് ഖുർആൻ മക്കളെ, ഇതാണ് അള്ളാഹിൻ്റെ കിതാബ്. ഇനി ഫിഖ്ഹ് സുന്നയിലിതാ 87-ാമത്തെ പേജ് മുതൽ 112 115 പേജ് വരെയും വിശദീകരിച്ചിട്ടുള്ളത് മുലകുടി ബന്ധത്തെക്കുറിച്ചാണ്. ഇതുകൊണ്ടുണ്ടായ പൊല്ലാപ്പ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എത്ര ഉണ്ടെന്നറിയോ? നബിയുടെ കാലത്തും അതിനുശേഷം ഖുലഫാഹു റാഷിദിൻ്റെ കാലത്തും കുട്ടികളും മക്കളും ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ആ ഉപ്പന് മുല കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ കുടുംബം പിരിച്ചുവിടുക. മുലകുടി ബന്ധം സ്ഥാപിച്ചിട്ട് കുട്ടികളും മക്കളുമായിട്ട് ദാമ്പത്യ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. മുലകുടിയുടെ കാര്യത്തിൽ ഒരു സ്ത്രീയുടെ അവൾ മുലയൂട്ടിയവളാണെങ്കിൽ സാക്ഷ്യം സാധുവാകുന്നതാണ്. ഉഖ്ബത്ത് ബിനുൽ ഹസാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഇതിന് തെളിവാണ്. അദ്ദേഹം അബി ഇഹാബിൻ്റെ മകൾ ഉമ്മു യഹ്യായെ വിവാഹം ചെയ്തപ്പോൾ ഒരു കറുത്ത അടിമ സ്ത്രീ അവരോട് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇരുവർക്കും മുലയൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ നബിയുടെ സന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്തു ചെയ്യാം, നിങ്ങൾ ഇരുവർക്കും താൻ മുലയൂട്ടിയിരിക്കുന്നുവെന്ന് അവൾ വാദിച്ചില്ലേ? അങ്ങനെ നബി അവരെ വേർപിരിച്ചു. കല്യാണം കഴിച്ചവരെ നബി എന്നെ വേർപിരിച്ചിട്ടുണ്ട്. ഏതോ ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ മുല തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ രണ്ടാളും ഭാര്യയും ഭർത്താവുമായിരുന്നു, അവരെ രണ്ടാളും ആങ്ങളും പെങ്ങളും ആക്കി മാറ്റിയിട്ട് പിരിച്ചു വിട്ടു. ഇത്തരം ഒരു സാക്ഷ്യത്തിൻ്റെ പേരിൽ ദമ്പതികളെ വേർപ്പെടുത്തുന്നതിനെ ഉമർ, മുഗീറത്ത് ബിൻ ശൂബ, അലി, ഇബ്നു അബ്ബാസ് തുടങ്ങിയവർ വിലക്കിയിട്ടുള്ളതായി അബു ഉബൈദ പ്രസ്താവിച്ചിരിക്കുന്നു. ഉമർ പറഞ്ഞു,
അവൾ തെളിവ് ഹാജരാക്കുന്നുവെങ്കിൽ അവരെ പരസ്പരം വേർപെടുത്തുക, ഇല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക, അവർ രണ്ടുപേരും അതിസൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ ഒഴിച്ച്. ഈ കവാടം തുറക്കപ്പെട്ടാൽ ദമ്പതികളെ വേർപെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയും അത് ചെയ്യാതെ അടങ്ങുകയില്ല. അപ്പോൾ കള്ളസാക്ഷ്യവുമായിട്ട് ഏതെങ്കിലും സ്ത്രീക്ക് വന്നിട്ട് കുടുംബം കലക്കാൻ എളുപ്പമാണ്. കാരണം ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നിടത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ്, അങ്ങക്ക് രണ്ടാക്കും ഞാൻ ചെറുപ്പത്തിൽ മുല തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആണും പെണ്ണും അതോടുകൂടി ആങ്ങളെയും പെങ്ങളും ആവും. അവർക്ക് കുട്ടികളുണ്ടെങ്കിലും ശരി, ആ കുടുംബം അപ്പം പിരിച്ചു വിടണം. അതുകൊണ്ട് ഉമ്മറിൻ്റെ യുക്തി ഉപയോഗിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പെണ്ണുങ്ങൾ വന്ന് പറയുന്നതൊന്നും പിരിച്ചുവിടാൻ പോകണ്ട, അവർ കൃത്യമായ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ പിരിച്ചുവിട്ടാൽ മതി എന്ന്. ഇല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊരു ഹോബിയായി മാറും. കാരണം ഏതെങ്കിലും ഒരു കുടുംബം കലക്കണം എന്ന് ഏതെങ്കിലും ഒരു കുശുമ്പുള്ള സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയിട്ടൊരു നുണ പറയും, ഞാൻ നിങ്ങൾക്ക് രണ്ടാക്കും പോലെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബം തുടരാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീകൾ ഇത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ സാക്ഷ്യം, കൃത്യമായ തെളിവ് വേണം എന്ന് ഉമ്മർ വിധി കൽപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സാധനം ഒരു പടച്ചോൻ്റെയും ഒരു റസൂലിൻ്റെയും പിടിപ്പുകേട് കാരണം ഒരു ഗോത്ര സമൂഹത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം കുത്തിത്തിരിപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ. തലക്ക് വെളിവുണ്ടെങ്കിൽ ഈ ജാതി വഷളത്തരമൊക്കെ ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇതിനകത്ത് വേറൊരു തെളിവ് ബൈഹക്കി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും താൻ മുലയൂട്ടിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ ഉമറിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, 2 പുരുഷന്മാരോ അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളുമോ സാക്ഷി പറയുന്നതുവരെ നിന്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. അങ്ങനെ പറയാൻ വരുന്ന സ്ത്രീകളെയൊക്കെ ഉമർ ഇതുപോലെ അട്ടിവിട്ടിരുന്നു. കാരണം കുടുംബം കലക്കാൻ വരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട്. ഇനി മുലകുടി ബന്ധത്തിൻ്റെ അത് സ്ഥാപിതമാകുന്നതിൻ്റെ സാർത്തും പറലും സുന്നത്തും അതിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകളും മദ്ഹബുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാണ് 10-15 പേജ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിലെ തർക്കത്തിൽ ഒരു വിഷയം, 2 വയസ്സിനുള്ളിൽ കുട്ടികളായിരിക്കെ മുല കൊടുത്താൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാകൂ എന്നൊരു വിഭാഗം പറയുമ്പോൾ, അങ്ങനെയല്ല, വയസ്സായാലും മൂത്ത മനുഷ്യനായാലും മുല കൊടുത്തിട്ട് ഉമ്മയാക്കാം എന്ന് പറയുന്ന വിഭാഗക്കാരുമുണ്ട്. ആ വിഭാഗക്കാർക്ക് തെളിവ് ചില ഹദീസുകളാണ്. അവിടെ നബിയാണ് ഈ കുരുത്തക്കേടുണ്ടാക്കിയിട്ടുള്ളത്. കാരണം മൂപ്പര് ദത്തുപുത്രൻ്റെ ഭാര്യനെ കല്യാണം കഴിച്ച കഥയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് പ്രശ്നമുണ്ടായി. ദത്തുപുത്രൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി ദത്തു സമ്പ്രദായം ഇല്ലാതാക്കുകയും ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കണക്കാക്കാൻ പാടില്ല എന്ന് ആയത്തിറക്കുകയും ചെയ്തപ്പോൾ അവിടെ സ്വന്തം മക്കളെപ്പോലെ ദത്തുപുത്രന്മാരെ കണക്കാക്കി വളർത്തിയിരുന്ന പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ടായി. കാരണം ഈ ദത്തുപുത്രൻ, പ്രായപൂർത്തിയായ ദത്തുപുത്രനെ സ്വന്തം മകനെ പോലെ വീട്ടിൽ ഇടപഴകാൻ അന്ന് അനുവദിച്ചിരുന്നു. അങ്ങനെ സ്വന്തം മകനായി വീട്ടിൽ വളർന്നിരുന്ന ഒരു ചെക്കൻ സ്വന്തം ഉമ്മയുടെ അടുത്ത് പ്രവേശിക്കുന്നത് തടയപ്പെട്ടു ഈ ആയത്തിറങ്ങിയതോടുകൂടി. അപ്പോൾ ആ സ്ത്രീ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, നിങ്ങൾ ഈ ആയത്തിറക്കൽ കാരണം എനിക്ക് എൻ്റെ ചെറുക്കനായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ലല്ലോ, ഞാനെന്താ ഈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു തമാശ പോലെ മൂപ്പർ ചെയ്ത വൃത്തികേടിനെ ജാള്യത മറക്കാൻ വേണ്ടി ഇതിനെ ഒരു തമാശയാക്കിക്കൊണ്ട് നബി ആ സ്ത്രീയോട് പറഞ്ഞു, ജോനാണ് മുല കൊടുത്ത ആളാണ്, എന്നാൽ പിന്നെ പ്രശ്നമില്ലാണ്. അങ്ങനെ ആ സ്ത്രീ ഈ മൂത്ത മനുഷ്യന് മുല കൊടുത്തു എന്നും ആ മുല കൊടുത്തതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള മാതൃപുത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നും പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്നവർക്കും മുല കൊടുക്കാം എന്ന് ഫത്വകൾ വന്നത്. ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഫത്വ വന്ന് ലോകം മുഴുവൻ പരിഹസിച്ച് ചിരിച്ചത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തിരുന്നില്ല ഇപ്പോൾ അടുത്ത കാലം വരെ. ഇപ്പോൾ ഈ സൽമാൻ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വീടുകളിൽ നിന്ന് സ്ത്രീകൾക്ക് ഷോപ്പിങ്ങിന് പുറത്തു പോകണമെങ്കിൽ മഹറം കൂടെ വേണമായിരുന്നു, ഡ്രൈവറേയും കൂട്ടി പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു മൊയ്ലിയാർ, അവിടുത്തെ ഒരു ഗ്രാൻഡ് മുഫ്തി അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തത് പെണ്ണുങ്ങളോട് നിങ്ങൾ ഡ്രൈവർമാർക്ക് മുല കൊടുത്താൽ മതി എന്നാണ്. ഈ ഫത്വയാണ് ലോകം മുഴുവൻ പരിഹസിച്ച് ചിരിക്കാൻ കാരണമായത്. മൊയ്ലിയാർ ആ ഫത്വ കൊടുത്തത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഹദീസിൻ്റെ വിശദാംശങ്ങൾ ഫിഖ് സുന്ന കൊടുത്തിട്ടുണ്ട്. നബി സുഹൈലിൻ്റെ പുത്രി സഹലയോട് സാലിമിനെ മുലയൂട്ടാൻ കൽപ്പിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ തൻ്റെ പുത്രനായി ഗണിച്ചു വന്നു. പിന്നീട് ആയിഷയും തൻ്റെ അരികിൽ പ്രവേശിക്കാൻ
ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ഈ രീതി അനുവർത്തിക്കാൻ തുടങ്ങി. അവർ തൻ്റെ സഹോദരി ഉമ്മു കുൽസുമിനോടും അവരുടെ സഹോദരി പുത്രികളോടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അരികിൽ പ്രവേശിപ്പിക്കുവാൻ ഇതേ മാർഗം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സൈനബ് ബിന്ദു ഉമ്മു സൽമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഉമ്മു സൽമ ആയിഷയോട് പറഞ്ഞു, നിങ്ങളുടെ സമീപം യുവാക്കളായ ഭൃത്യന്മാർ പ്രവേശിക്കുന്നു. അത്തരക്കാർ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആയിഷ ചോദിച്ചു, നിനക്ക് നബിയിൽ ഉത്തമ മാതൃകയില്ലേ? അവർ തുടർന്നു, അബൂ ഹുദൈഫയുടെ ഭാര്യ നബിയോട് പറഞ്ഞു, സാലിം എൻ്റെ അടുത്ത് പ്രവേശിക്കുന്നു. അവൻ ഒരു യുവാവാണ്. അബൂ ഹുദൈഫയ്ക്ക് ഇതത്ര രുചിക്കുന്നില്ല. നബി പറഞ്ഞു, നിൻ്റെ സമീപത്ത് വരുമാറാകുവാൻ നീ അവന് മുലയൂട്ടുക. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായത് ഇബ്നു ഖയ്യിമിൻ്റെ സമർത്ഥനമാണ്. അദ്ദേഹം പറഞ്ഞു, സഹലയുടെ ഹദീസ് ദുർബലപ്പെട്ടതോ പരിമിതപ്പെട്ടതോ അല്ല. അത് എല്ലാവർക്കും ബാധകമായതുമല്ല. ഒരു പുരുഷന് അന്യ സ്ത്രീയുടെ മുമ്പിൽ പെരുമാറേണ്ടത് അത്യാവശ്യമായി തീരുകയും അയാളുടെ മുമ്പിൽ മറ സ്വീകരിക്കുക അവൾക്ക് വിഷമകരമായി തീരുകയും ചെയ്യുന്ന പ്രത്യേക പരിതസ്ഥിതിയിൽ നൽകപ്പെട്ട ഒരു ഇളവാണ് അത്. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ആയിഷ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടവരെയൊക്കെ അടുത്ത് പെരുമാറാൻ നിങ്ങളെല്ലാ ആണുങ്ങൾക്കും പിടിച്ച് മുല കൊടുത്തോളി എന്ന് പറഞ്ഞതായിട്ടും പറയപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്ത മനുഷ്യന്മാർക്ക് മുല കൊടുക്കാം, അങ്ങനെ മുല കൊടുത്തിട്ട് മക്കളാക്കാം എന്ന് പറയുന്നത് ശരിയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാമിലെ സദാചാര നിയമങ്ങൾ. ഇതൊക്കെ എവിടുന്ന് വന്നു, എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ അല്പം യുക്തിയും അല്പം ചരിത്രബോധവും വെച്ചുകൊണ്ട് ഇതൊക്കെ വായിച്ചാൽ പിടികിട്ടും. ഖുർആൻ്റെ ഉറവിടം പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോൻ്റെ ആണെന്നും ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാമെന്ന കിതാബാണ് എന്നും പറഞ്ഞു നടക്കുന്നവർക്ക് ചികിത്സ വേണ്ടത് വേറെയാണ് എന്ന് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. അടുത്ത വാക്യം ഇതിനേക്കാളും ബഹുരസമുള്ള വാക്യമാണ്. രസമല്ല, ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 24-ാമത്തെ വാക്യം. അത് വിഖ്യാതമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി തന്നെ ആ വാക്യം ചർച്ച ചെയ്യാം.